എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൃത്യങ്ങൾ എന്ന ടെസ്റ്റ് സീരീസിൻ്റെ സെക്കൻഡ് സെറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 27 raised to 1/6 into 27 raised to 1/6. കൃത്യങ്കമായിട്ട് ഭിന്നസംഖ്യയിൽ വന്നാൽ എന്താണ് അർത്ഥം? അത് റൂട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് അല്ല റൂൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായി, എമ്മും എന്നോട് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 1/6 അധികം 1/6 ഈസ് ഈക്വൽ ടു 2/6 ഈസ് ഈക്വൽ ടു 1/3. 27 raised to 1/3 എന്ന് വരും. 27 raised to 1/3 ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 ഈസ് ഈക്വൽ ടു 3. ആൻസർ 3. Next question number 2. 7 square into 9 cube all divided by 27 into 343. ഇപ്പോൾ നമുക്കിവിടെ താഴത്തെ സംഖ്യകളൊന്നും ഒന്നിൻ്റെ പവറായിട്ട് തന്നിട്ടില്ല. പക്ഷെ നമുക്കത് കണ്ടാൽ മനസ്സിലാവും എന്താണ് 27 എന്ന് പറയുന്നത് 3യുടെ ക്യൂബാണ്. അതുപോലെ തന്നെ 343 എന്ന് പറയുന്നത് 7ൻ്റെ ക്യൂബാണ്. 7 ക്യൂബ് 3 ക്യൂബ്. ഈ 9നെ നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായി? 3 raised to 2 ഓൾ ക്യൂബ് എന്നായി. അത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സെവൻ സ്ക്വയർ ഇൻറ്റു 3 raised to 6 into 3 ക്യൂബ് into 7 ക്യൂബ്. ഇതൊക്കെ വെട്ടിക്കളയുമ്പോൾ മിച്ചം എന്തുണ്ടാവും? ഈ 7 സ്ക്വയർ ഇവിടെ പോയി ഇവിടെ എന്തുണ്ടാവും? താഴെ ഒരു 7 ഉണ്ടാവും. 3 ക്യൂബ് പോയി കഴിയുമ്പോൾ ബാക്കി എന്താവും? 3 raised to 6 3 ക്യൂബ് മിച്ചുണ്ടാവും. അപ്പോൾ 3 ക്യൂബ് ബൈ 7 ഈക്വൽ ടു എന്താണ്? 27/7 എന്ന ആൻസർ. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. 125 raised to 1/3 into 625 raised to 1/2. അപ്പോൾ നമുക്കിവിടെ 125 raised to -1/3 ഇതെങ്ങനെ ചെയ്യാം? നെഗറ്റീവ് വാല്യൂ ആയിട്ട് കൃത്യങ്ങൾ നെഗറ്റീവ് വാല്യൂ ആയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചേക്കുന്നത്? അതിൻ്റെ ഉൽക്രമം എടുക്കണം. അപ്പോൾ 125ൻ്റെ ഉൽക്രമം എന്താണ്? 1/125 ഓൾ റൈസ് ടു 1/3. അപ്പോൾ എന്തായി? അതിൻ്റെ ആൻസർ ക്യൂബ് റൂട്ട് ഓഫ് 1/125. ക്യൂബ് റൂട്ട് ഓഫ് 125 എന്താണ്? 5. അപ്പോൾ ആൻസർ 1/5.
അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 1/5 ആയി. ഇനി ബാക്കി 625ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? റേസ്റ്റ് 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25. അപ്പോൾ നമുക്ക് 1/5 ഗുണം 25 എന്നായി. ഇവ വെട്ടിപ്പോകുമ്പോൾ ആൻസർ 5. ഫൈനൽ ആൻസർ 5 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. 2⁸ ഗുണം 1/2 ക്യൂബ് ഈസ് ഈക്വൽ ടു 16 × 2⁻n ആയാൽ n-ൻ്റെ വില. 2⁸ × 1/2 ക്യൂബ് എന്താണ്? 2⁸2 ക്യൂബ്. ഇതെന്താണ്? 2⁸ -3 ഈസ് ഈക്വൽ ടു 16. നമുക്ക് എങ്ങനെ എഴുതാം? 2ൻ്റെ പവറായിട്ട് 2⁴ ഇൻറ്റു 2⁻n. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എന്തായി? 2⁵. 2⁸ -3 എന്ന് പറഞ്ഞാൽ 2⁵. 2⁵ ഈസ് ഈക്വൽ ടു 2⁴ ഇൻറ്റു 2⁻n. അതെന്തായി? 2⁴ ഇൻറ്റു 2⁻n ഈക്വൽ ടു എന്തായിരിക്കും? 2⁴ പ്ലസ് n. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? കണക്ക് എങ്ങനെയായി? 2⁵ ഈസ് ഈക്വൽ ടു 2⁴ പ്ലസ് n. ബേസ് തമ്മിൽ ഈക്വൽ ആയല്ലോ. അപ്പോൾ നമുക്ക് പവറുകൾ ഇക്വേറ്റ് ചെയ്യാം. അതായത് 4 + n ഈസ് ഈക്വൽ ടു എന്തായി? 5 എന്നായി. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 5 - 4 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ n-ൻ്റെ വാല്യൂ 1. ആൻസർ ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ഇത് ഞാൻ PDF ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടാതെ വന്നിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4x³ - 1 ഈസ് ഈക്വൽ ടു 107 എന്നാണ്. ക്വസ്റ്റ്യൻ തന്നപ്പോൾ PDF-ൻ്റെ അകത്ത് 107 പകരം 1 എന്നാണ് കിടന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പോൾ അത് ചെയ്താൽ ആൻസർ കിട്ടത്തില്ല. അപ്പോൾ 107 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചെയ്ത് നോക്കൂ. 4x³ ഈസ് ഈക്വൽ ടു ഈ -1 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്തായി? -108 എന്നാവും. ഇനി നമുക്ക് ഓപ്ഷൻ്റെ അകത്തുനിന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. നമുക്കിവിടെ ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ ആയ 3 ഇട്ട് നോക്കാം. ഓപ്ഷൻ എ 3 ആണ്. അപ്പോൾ 4 × 3 ക്യൂബ്. 3 ക്യൂബ് എത്രയാണ്? 27. 27 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 4 28 ഇഷ്ടം 2 4 2 8 2 10. അപ്പോൾ എന്താണ് കിട്ടിയ ആൻസർ കിട്ടിയത്? നമുക്ക് 108 ആണ് ആൻസർ കിട്ടി. അപ്പോൾ എന്താണ് ഓപ്ഷൻ? ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 3 ആണ് എക്സിൻ്റെ വാല്യൂ. എക്സ് ഈക്വൽ ടു 3 ആണ് ആൻസർ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. 2⁷ -
6ൻ്റെ വില. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കൃത്യങ്ങൾ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ a⁻m മൈനസ് a⁻n എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റൂളില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2⁻7 2⁻6 നമുക്ക് 2⁻6 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇൻറ്റു വെച്ച് എന്തുണ്ട്, ഒരു 2 ഉണ്ട്, അതായത് 2⁻1 ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു 1 ഉണ്ട്. അതായത് ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2⁻7 മൈനസ് 2⁻6 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2⁻1 മൈനസ് 1 എന്ന് എത്രയാണ്? 2 മൈനസ് 1 1 തന്നെ. അപ്പോൾ എന്താണ് ഫൈനൽ ആൻസർ? 2⁻6. 2⁻6 എന്ന് പറഞ്ഞാൽ 64. ആൻസർ ഓപ്ഷൻ ഡി 64 ആണ് ആൻസർ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. 4:2 ചേർച്ചില്ലാത്ത സംഖ്യാരൂപം ഏതെന്നാണ്. 4:2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4:2 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് നോക്കൂ. √256 അതെന്താണ് ആൻസർ? 16 ആണ്. 2⁻4 എന്താണ്? അതും 16 ആണ്. ഓപ്ഷൻ സി 16 തന്നെയാണ്. ഓപ്ഷൻ ഡി എന്താണ്? 8 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി 8 ആണ് അവിടെ ആൻസർ. 4² ചേർച്ചില്ലാത്ത സംഖ്യാരൂപം എന്ന് പറഞ്ഞാൽ 8 ആണ്. ബാക്കിയെല്ലാം നമുക്ക് 16 എന്ന് ഉണ്ട്, 16 കിട്ടും. ഓക്കെ, അതാണ് അവിടുത്തെ ലോജിക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ. √625ൻ്റെ സ്ക്വയർ, 625 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞത് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 എന്നാണ് അർത്ഥം. അപ്പോൾ 625 സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/2 എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 1/2ൽ 2ഉം 2ഉം വെട്ടിപ്പോയി, പിന്നെ എന്തുണ്ട്? 625 തന്നെയാണ് ആൻസർ. ഓക്കെ, അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. √3 ഇൻറ്റു √2 all raised to n is equal to 216 ആയാൽ എന്നിൻ്റെ വില. n എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ √3 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ √6 all raised to n is equal to 216. ഈ 216 എന്ന് പറയുന്നത് 6ൻ്റെ ഒരു പവറായിട്ട് എഴുതാവുന്ന വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6ൻ്റെ ക്യൂബാണ് എന്ത്? 216. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, √6 all raised to n is equal to 6 ക്യൂബ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ റൂട്ട് ഒഴിവാക്കണം. അതായത് √6ൻ്റെ ആ റൂട്ട് ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ വരിക. സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്നുകൂടെ എഴുതാം. √6 raised to n is equal to 6 ക്യൂബ്. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. എന്തിന്? റൂട്ട് ഒഴിവാക്കാൻ. അപ്പോൾ 6 raised to 2n is equal to 6 raised to 6 എന്നായി. അപ്പോൾ ബേസ് ഈക്വൽ ആയപ്പോൾ 2n ഈക്വൽ ടു 6. അപ്പോൾ n ഈസ് ഈക്വൽ ടു 6/2 ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ആൻസർ കിട്ടി.
കണക്ക് ചെയ്തത് എവിടെയോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ശ്രദ്ധിക്കാതെ ഒന്നുകൂടെ നോക്കട്ടെ. ക്ഷമിക്കണം, ശ്രദ്ധിക്കാതെ ചെയ്തു പോയ തെറ്റാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ബാക്ക് അടിക്കാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വരുന്നത് 6⁻²n, പിന്നെ വല സൈഡിൽ ഈക്വൽ വല സൈഡിൽ വരുന്നത് സ്ക്വയർ ചെയ്യുമ്പോൾ 36⁻3 × 2 6 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ 36 നമുക്ക് എന്തെന്ന് എഴുതാം? 6² എന്ന് എഴുതാം. അപ്പോൾ എന്തായി? 6² 6 എന്നാവും. അപ്പോൾ 6⁻²n = 6² 6. എന്താണ്? 6⁻12 ആണ്. അതായത് 6⁻2n = 6⁻12. അപ്പോൾ 2n = ബേസ് ഈക്വലായി 2n = 12. അപ്പോൾ 2n = 12 എന്ന് വന്നു. n എന്താണ്? 12/2 = 6. ആൻസർ 6 ആണ്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10. 0.2 x = 0.008 ആയാൽ x എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ കാണാനായിട്ട് ചെയ്യേണ്ടത് 0.2നെ എത്ര തവണ ഗുണിച്ചാലാണ് 0.008 ലഭിക്കുക. നമ്മളത് ബേസിക് മാത്സിൻ്റെ ഒരു ഭാഗമാണ്. അതായത് പോയിൻ്റുള്ള സംഖ്യകൾ ഗുണിക്കുന്ന പോർഷനായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം 3 ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ പോയിൻറ്റിന് ശേഷം ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 0.2നെ 3 തവണ ഇൻറ്റു ചെയ്താൽ മാത്രമാണ് 0.008 കിട്ടുള്ളൂ. അത് കാണിച്ചു തരാം. 0.2 ഇൻറ്റു 0.2 ഇങ്ങനെ സംഖ്യകൾ ഗുണിക്കാൻ വരുമ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷം എത്ര സംഖ്യകൾ ഉണ്ട് ഓരോ ഡിജിറ്റിലും? ടോട്ടൽ എത്രയുണ്ട്? 1, 2, 3. അപ്പോൾ ഇത് ഗുണിച്ച് കഴിയുമ്പോൾ എന്ത് വരും? പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം 3 ഡിജിറ്റ്സ് ഉണ്ടാവും. നമുക്കിനി ഗുണിച്ച് നോക്കാം. ഇനി 2 തമ്മിൽ ഗുണിക്കുമ്പോൾ 2ഉം 2ഉം 4, 4ഉം 2ഉം 8. അപ്പോൾ എന്തായിരിക്കും? അവസാനം 8 ഉണ്ടാവും. അപ്പോൾ 8ആണ് ആൻസറിൽ വരുന്നത്. പിന്നെയോ 3 ഡിജിറ്റ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 2 0 കൂടി ആഡ് ചെയ്ത്. അപ്പോൾ ആൻസർ എന്തായി? 0.008. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0.02നെ 3 തവണ ഗുണിച്ചപ്പോഴാണ് എന്ത് കിട്ടിയത്? 0.008 കിട്ടിയത്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 3. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 32ന് തുല്യമായത് ഏത്? ഓപ്ഷൻസ് ഉള്ളത് ഏതൊക്കെയാണ്? 3/4 ഉണ്ട്, 3/5 ഉണ്ട്, 2/5 ഉണ്ട്, 2/4 ഉണ്ട്. ഏതാണ്? 2/5 ആണ്. ഓക്കെ, 2 × 2 × 2 × 2 × 2 എത്രയാണ്? 2 2 4, 4 2 8, 8 2 16, 16 2 32. അപ്പോൾ ആൻസർ 2/5 ആണ് 32ന് തുല്യമായത്. ഓക്കെ, അപ്പോൾ സെറ്റ് 2ൻ്റെ നമ്മൾ ആൻസറെല്ലാം വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.